ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. ആ ഒരു പ്രൊമോയിൽ നമ്മുടെ വേദലക്ഷ്മി തന്നെയാണ് ഹൈലൈറ്റ്. പുള്ളിക്കാരത്തി നല്ല രീതിയിലൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്താവേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പേടിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന വേദലക്ഷ്മിയാണ് ഈ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുക്കുകയാണ്. നമ്മുടെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ട് യോഗ്യത ഉള്ള കണ്ടസ്റ്റൻ്റ് ആരാണ്, യോഗ്യത ഇല്ലാത്ത കണ്ടസ്റ്റൻ്റ് ആരാണ്. യോഗ്യത ഇല്ലാത്ത കണ്ടസ്റ്റൻസിൻ്റെ മേത്ത് നമ്മുടെ ഇൻഡു മാർക്കുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ റൈറ്റ് മാർക്കുള്ള സ്റ്റിക്കർ നമുക്ക് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണം എന്നുള്ള ആളുടെ മേത്തും ഒട്ടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന വേദലക്ഷ്മിയുടെ മേത്ത് വന്നുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന ഇൻഡു മാർക്കുള്ള സ്റ്റിക്കർ കുറച്ചങ്ങോട്ട് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ എനിപ്പിച്ചിരുത്തിക്കൊണ്ട് ഇത് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടോ, ഇത് മോശം കാര്യമാണോ എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ഇങ്ങനെ വേദലക്ഷ്മിയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. വേദലക്ഷ്മി ആ ഒരു ടൈമിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്ഷനിൽ പുറത്ത് പോകുന്നു എന്നുള്ളൊരു സംഭവത്തിൽ ചിന്തിച്ച് നിൽക്കുന്ന ആ ഒരു സീനുണ്ട്. ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ട്. കാരണം ഈ ചെയ്തതൊന്നും വേണ്ടായിരുന്നു. നമ്മുടെ ഒണിയൽ സാബു മസ്താനിയെ കയറി പിടിച്ചു എന്ന് പറഞ്ഞതും, അതുപോലെ ആദില നൂറ ഈ പറയുന്ന വ്യക്തികളെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂലെന്ന് പറഞ്ഞതും, ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നിക്കുന്നൊരു ഒരു പെർട്ടിക്കുലർ മിനിറ്റ് ഉണ്ട്. ആ ഒരു സമയത്തിലൂടെയാണ് വേദലക്ഷ്മി ആ ഒരു സമയത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു പ്രമോ മസ്താനി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്ന പ്രമോ ആണ്. മസ്താനി ഓൾറെഡി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്ഷനിൽ പുറത്തായിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്